ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. നവംബർ 24-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ എന്ന് വെച്ചാൽ COP29മായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. COP29 ചർച്ചകളാകെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ചും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ പ്രതിഷേധമാണ് ഡെവലപ്ഡ് കൺട്രീസിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ക്ലൈമറ്റ് ഫിനാൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അവരുടെ ആ ഒരു നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് എടുക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയം എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇതേ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് സെയിം കണ്ടന്റ് തന്നെയാണ്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നത്. നമ്മൾ അത് രണ്ടും ചേർന്നുകൊണ്ട് ഇവിടെ അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ എന്താണ് COP29 നടക്കുന്നത് വെച്ചാൽ, ഓൾറെഡി നമ്മുടെ ലോക രാജ്യങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് രാജ്യങ്ങളെ തീരുമാനിക്കാൻ വേണ്ടി പറ്റും, ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്, അതായത് ഓൾറെഡി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഒക്കെ ബെനിഫിറ്റ് എടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത കൺട്രീസ് ഉണ്ട്. മറ്റൊന്നാണ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്. ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്. ഈ ഡെവലപ്പിംഗ് കൺട്രീസിനെ ലോ മിഡിൽ ഇൻകം കൺട്രീസ്, ലോ ഇൻകം കൺട്രീസ്, അതുപോലെ തന്നെ നമ്മൾ ഗ്ലോബൽ സൗത്ത് എന്നൊക്കെ വിളിക്കുന്നത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസിനെ ചേർന്നിട്ടാണ് ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിന്റെ വാദം എന്താണെന്ന് വെച്ചാൽ, ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്ലോബൽ വാർമിങ്ങിനെ അഡ്രസ്സ് ചെയ്യുക. പക്ഷെ അതിന് എല്ലാവരും കൂടെ പ്രവർത്തിക്കണം, അതായത് കോമൺ ആയിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷെ കോമൺ ആയിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകേണ്ടത് ഡെവലപ്ഡ് കൺട്രീസിന്റെ റോളാണ്, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകേണ്ടത് ഡെവലപ്ഡ് കൺട്രീസ് ആണ് എന്നുള്ളതാണ് ഒരു വാദമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിലാണ് ഇവിടെ ഡിസഗ്രിമെന്റ്. ഈ ഫൈനാൻസ് ചെയ്യേണ്ടത് ഡെവലപ്ഡ് കൺട്രീസ് ആണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വാദത്തിൽ പ്രശ്നമില്ല. പക്ഷെ എത്ര എമൗണ്ട് എങ്ങനെ എന്നുള്ളതിലാണ് ഡിസ്പ്യൂട്ട് നടക്കുന്നത് ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ ആക്ച്വലി ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിലുള്ള ഈ ഒരു ഡിസ്പ്യൂട്ടാണ് COP29 ആകെ മൊത്തത്തിൽ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. പുതിയ കളക്റ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഗോളിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തു. പ്രത്യേകിച്ചും ഫൈനാൻഷ്യൽ ടാർഗറ്റിനെ കുറിച്ച് എത്ര പൈസയാണ് ഈ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ടത് എന്നതിൻ്റെ മേലെയാണ് പ്രശ്നങ്ങൾ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ്, പ്രത്യേകിച്ചും അതിൽ ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ LDC എന്ന് വിളിക്കാം, അതുപോലെ തന്നെ അലയൻസ് ഓഫ് സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സ് ഉണ്ട്, AOSIS എന്ന് വിളിക്കും. പ്രത്യേകിച്ചും ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട് ഏറ്റവും കൂടുതൽ സിവിയർ ആയിട്ട് ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഐലൻഡ് സ്റ്റേറ്റുകളെയാണ്. സമുദ്ര ജലനിരപ്പ് 1 മീറ്റർ ഉയരുമ്പോൾ തന്നെ കുറേ രാജ്യങ്ങൾ വെള്ളത്തിനടിയിലേക്കായി പോകുന്നത്. അപ്പോൾ ഈ ഒരു രാജ്യങ്ങൾ എല്ലാം തന്നെ വളരെ ശക്തമായിട്ട് വാദിക്കുകയാണ് കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റുകൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളത്. അപ്പം നിലവിൽ പ്രപ്പോസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഡ്രാഫ്റ്റ് ടെക്സ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ ഒരു NCQG എന്ന് പറയുന്നത്, ക്വാണ്ടിഫൈഡബിൾ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്, ഒരു വർഷം $300 ബില്യൺ ആണ് 2025 എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് പറയുന്നത് ഇത് വളരെ വളരെ കുറവാണ്, നമ്മൾ ആവശ്യപ്പെടുന്നത് $1.3 ട്രില്യൺ ആണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവ് മാത്രമാണ് 300 ബില്യൺ. അതുകൊണ്ട് തന്നെ ഈ ഒരു വാദം അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസ് പറയുന്നത് ഈ ഒരു ഫണ്ട് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി തന്നെ മൾട്ടിലാറ്ററൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കൂടെ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അതായത് വേൾഡ് ബാങ്ക്, IMF തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യാമെന്നാണ് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള മൾട്ടിലാറ്ററൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ വെറുതെ ഫണ്ട് തരില്ല, അവർ ലോൺ ആയിട്ട് മാത്രമേ തരുള്ളൂ. അപ്പോൾ ഇതൊരിക്കലും, ഇത്തരത്തിലുള്ള ലോണുകൾ തരുന്നത് ഒരിക്കലും അഡീഷണൽ ഫണ്ടായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നുമാണ് ഈ ഒരു ലോകരാജ്യങ്ങൾ പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് പറയുന്നത്, അതിന് ഇൻട്രസ്റ്റും മറ്റുമൊക്കെ തിരിച്ചടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ ഒരു ഹോപ്പ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് ഓതേഴ്സ് അല്ലെങ്കിൽ ന്യൂസിൽ പറയുന്നതായിട്ടുള്ളത്. പലതരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ഫണ്ടുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഡാപ്റ്റേഷൻ ഫണ്ട്, സ്പെഷ്യൽ ക്ലൈമറ്റ് ഫണ്ട്, LDC ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ, ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഫണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഈ ഒരു ഫൈനാൻസിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഡെവലപ്പിംഗ് കൺട്രീസിന് അത്ര സ്യൂട്ടബിൾ അല്ല. കാരണം ഈ ഒരു ഫൈനാൻസിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ രാജ്യങ്ങളുടെ മേലെ അധിക ബാധ്യത വരുന്ന സാഹചര്യമാണെന്ന് ഓർത്ത് വെക്കുക. അതുകൊണ്ട് തന്നെ
ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ പീരിയോഡിക്കലി റിവ്യൂ ചെയ്യണമെന്നും ക്ലൈമറ്റ് ഫിനാൻസിലേക്കുള്ള ആക്സസ് അതിനനുസരിച്ച് മാറുമെന്നൊക്കെ ക്രൈറ്റീരിയയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കണം തന്നെ. അപ്പോൾ ആക്ച്വലി ഡിസ്കഷൻസിൽ ചെറിയ ചെറിയ പ്രോഗ്രസ് കണ്ടിട്ടുണ്ടെങ്കിലും ഓവറോൾ എന്തായിരിക്കും ഔട്ട്കം എന്നതിനെ സംബന്ധിച്ച് സ്റ്റിൽ അൺസർട്ടനിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലൈമറ്റ് ഫിനാൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാവുമോ, എന്താണ് അതിൻ്റെ ആ ഒരു സ്റ്റേറ്റഡ് ഇൻറ്റൻഷൻ നമ്മൾ ഈ ഒരു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രാജ്യങ്ങളെല്ലാം CO2 എമിഷൻ കുറക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വർദ്ധിക്കുകയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്മിറ്റ്മെന്റുകളിൽ നിന്ന് പ്രത്യേകിച്ചും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് പിറകോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഈ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൂടി നൽകുന്നില്ല എന്ന് പറയുമ്പം ആ ഒരു ചർച്ചകൾ തന്നെ ഒരു ക്രൈസിസിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ഇതിലേക്ക് മുന്നോട്ട് വരേണ്ടതായിട്ട് അർജന്റ് ആക്ഷൻ എല്ലാ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതായിട്ട്, പ്രത്യേകിച്ചും ഡെവലപ്ഡ് നാഷൻസ് കൃത്യമായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് എടുത്തില്ലെങ്കിൽ ഈ ഒരു പദ്ധതികൾ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ലോകം വലിയൊരു ദുരന്തത്തിലേക്ക് നടന്നെടുക്കുന്ന സാഹചര്യമായിരിക്കും എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അടുത്തൊരു വാർത്ത ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ല് അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി വർദ്ധിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇന്ത്യയുടെ കയറ്റുമതിയും വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഇതിന്റെ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. കൊമേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള പീയൂഷ് ഗോയൽ അദ്ദേഹം ഇതിന്റെ മേലെ കാര്യമായിട്ടുള്ള ഇമ്പോർട്ടിനെ കൂടുന്നു എന്നുള്ളതിന്റെ മേലെ കമന്റ് ചെയ്യാൻ വേണ്ടി നിന്നില്ല. കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വളരെ സ്യൂട്ടബിൾ ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായത്തിന് കാരണം. ഈ ഒരു ഇമ്പോർട്ട് വർദ്ധിക്കുന്നത് ഇന്ത്യക്ക് ശരിക്കും നല്ലതാണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.